രാഗം മാത്ത് ഹബിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. LGS 10th ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള 2 റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒരാൾ 32 മീറ്ററും 26 മീറ്ററും നീളമുള്ള 2 ഇരുമ്പ് കമ്പികൾ എടുത്തു. അയാൾ ഈ 2 കമ്പികളും തുല്യ നീളങ്ങളുള്ള കഷണങ്ങളാക്കിയാൽ ഒരു കഷണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്രയാണ്? അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരാൾ 2 ഇരുമ്പ് കമ്പികൾ എടുത്തു എന്നാണ് പറഞ്ഞേ. അതിൻ്റെ നീളം എത്രയൊക്കെയാണ്? 32 മീറ്ററും 26 മീറ്ററും. 32 മീറ്ററും 26 മീറ്ററും നീളമുള്ള 2 ഇരുമ്പ് കമ്പികൾ എടുത്തു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ 2 ഇരുമ്പ് കമ്പികളെയും മുറിച്ച് കഷണങ്ങളാക്കുവാണ്. അപ്പോൾ നമുക്ക് പല രീതിയിൽ മുറിക്കാം അല്ലേ? 1 മീറ്ററിൽ മുറിക്കാം, 2 മീറ്ററിൽ മുറിക്കാം, 4 മീറ്ററിൽ മുറിക്കാം, എങ്ങനെ വേണേലും മുറിക്കാം. പക്ഷെ ഇവിടെ മുറിക്കുന്നതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണത്? 2 ഇരുമ്പ് കമ്പികളും മുറിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് തുല്യ നീളത്തിലുള്ളവയായിരിക്കണം. തുല്യ നീളത്തിലുള്ള ഇരുമ്പ് കമ്പികളായിരിക്കണം കിട്ടേണ്ടത്. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടിയ നീളവുമായിരിക്കണം, പരമാവധി വലുപ്പത്തിലുമായിരിക്കണം, തുല്യ നീളവുമായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കീവേഡ് ഏറ്റവും കൂടിയ നീളം. ഏറ്റവും കൂടിയ നീളമായിരിക്കണം, അല്ലെങ്കിൽ പരമാവധി നീളമായിരിക്കണം. ഇങ്ങനെയൊക്കെ തരുമ്പോൾ മനസ്സിലാക്കുക, HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് കാണേണ്ടത്. ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പരമാവധി അല്ലെ? ഏറ്റവും കൂടിയ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഏറ്റവും കൂടിയ നീളം അല്ലെങ്കിൽ പരമാവധി നീളം എന്നൊക്കെ തരുമ്പോൾ എന്താ കാണണ്ടേ? HCF ആണ്. അപ്പൊ ഇത് പരമാവധി നീളത്തിലുള്ള തുല്യ വലുപ്പമുള്ള കഷണങ്ങളാക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ ചെയ്യാം. 32ന്റെയും 26ന്റെയും HCF കാണുക. 32ന്റെയും 26ന്റെയും HCF. 32ന്റെയും 26ന്റെയും പൊതുഘടകമാണ് 2. 32ന്റെയും 26ന്റെയും പൊതുഘടകമാണ് ഇത് 2. അപ്പൊ 2 കൊണ്ട് ഹരിക്കുക. 32നെ 2 കൊണ്ട് ഹരിച്ചാൽ 16, 26നെ 2 കൊണ്ട് ഹരിച്ചാൽ 13. നോക്കിയേ, 16, 13. ഇനി വീണ്ടും ഹരിക്കണമെങ്കിൽ 16നും 13നും പൊതുഘടകമില്ല. 1 മാത്രമേ പൊതുഘടകമുള്ളൂ, അല്ലാതെ പൊതുഘടകമില്ല അല്ലേ? നോക്കിയേ, 13 ഒരു പ്രൈം നമ്പർ ആണ്. 13 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ അതുകൊണ്ട് 16നും 13നും ഒരു പൊതുഘടകമില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് HCF എത്രയാണെന്ന് പറയാം. HCF ഈക്വൽ ടു എത്രയാണ്? 2. നമ്മൾ ഏതാ ഘടകം എടുത്തത്? ഘടകങ്ങൾ എടുത്തത് തമ്മിൽ ഗുണിക്കാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 2 നമ്മൾ എടുത്തത്. അപ്പൊ HCF എത്ര? 2. LCM കാണുമ്പോഴാണെങ്കിൽ നമ്മൾ ഈ 2നെയും 16നെയും 13നെയും തമ്മിൽ ഗുണിക്കും. പക്ഷെ ഇവിടെ HCF ആണ്. HCF കാണുമ്പോൾ ഘടകങ്ങൾ മാത്രം എടുത്ത് ഗുണിച്ചാൽ മതി. ഇവിടെ ഒരു ഘടകേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഏതാണ്? 2. അപ്പൊ HCF 2 ആണ്. അതായത് ആ 2 ഇരുമ്പ് കമ്പികൾ തുല്യ നീളവും പരമാവധി വലുപ്പവുമാക്കിയാൽ എത്ര മീറ്ററാ കിട്ടുക? 2 മീറ്റർ. അപ്പൊ ഉത്തരം എത്രയാണ്? 2 മീറ്റർ. ഇതേ ചോദ്യം മറ്റൊരു രീതിയിലും ചോദിക്കാറുണ്ട്. ഇത് 2 ഇരുമ്പ് കമ്പികളുടെ നീളം എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അതിന് പകരം വെള്ളത്തിൻ്റെയോ പാലിൻ്റെയോ അളവൊക്കെ ആയിട്ട് തരാം. അതായത് 32 ലിറ്റർ പാലും 26 ലിറ്റർ പാലുമുള്ള 2 പാത്രങ്ങളുണ്ട്. ഈ 2 പാത്രങ്ങളിലെയും പാല് നമുക്ക് അളക്കണം. എങ്ങനെ അളക്കണം? ഒരു തുല്യ അളവ് പാത്രമായിരിക്കണം. മാത്രമല്ല പരമാവധി വലുപ്പമുള്ള അളവ് പാത്രവുമായിരിക്കണം. ചോദ്യം മനസ്സിലായല്ലോ? 2 പാത്രങ്ങളിൽ 32 ലിറ്ററും 26 ലിറ്ററും പാലുണ്ട്. ഈ 2 പാത്രത്തിലെയും പാല് നമുക്ക് അളക്കാൻ ഒരളവ് പാത്രം വേണം. ആ അളവ് പാത്രത്തിന്റെ പ്രത്യേകത എന്താ? അത് പരമാവധി വലുപ്പവുമായിരിക്കണം. 2ലെയും കൃത്യമായിട്ട് അളക്കാനും പറ്റണം. 2 പാത്രങ്ങളിലെയും കൃത്യമായിട്ട് അളക്കാനും പറ്റണം. അപ്പൊ അങ്ങനെയുള്ള ചോദ്യത്തിനും നമ്മൾ സെയിം മെത്തേഡ് തന്നെ എന്താ കണ്ടുപിടിക്കണ്ടേ? HCF ആണ്. മനസ്സിലായല്ലോ? എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കീവേഡ് പരമാവധി അല്ലെങ്കിൽ ഏറ്റവും കൂടിയ അളവ് പാത്രം, പരമാവധി വലുപ്പമുള്ള അളവ് പാത്രം, ഇങ്ങനെയൊക്കെയാണ് തരുന്നത്. അപ്പൊ HCF കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? 6, 10, 12 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? 6, 10, 12 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്?
അപ്പോൾ ഇവിടെ ഈ സംഖ്യകൾ കൊണ്ടൊക്കെ ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരണം എന്നാ പറഞ്ഞേ അല്ലേ. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ കാണണം. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് വെച്ചാൽ ലീസ്റ്റ്, ചെറിയ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കാണേണ്ടത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM ആണ്. ഇവിടെ എന്താ കാണേണ്ടത്? LCM ആണ്. നിങ്ങളോട് ശിഷ്ടം വരുന്നതല്ല ചോദിച്ചേ, നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണ്. ശിഷ്ടം വരണ്ട, നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ LCM കണ്ടാൽ മതി. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കാണാനല്ല, മറിച്ച് ശിഷ്ടം 3 വരുന്ന സംഖ്യ കാണാനാണ്. അതുകൊണ്ട് LCM കണ്ടിട്ട് ആ ശിഷ്ടം 3 കൂട്ടണം. മനസ്സിലായല്ലോ? ശിഷ്ടം വരുന്ന കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് 6, 10, 12 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ LCM കണ്ടാൽ മതി. പക്ഷേ ശിഷ്ടം വരുന്ന സംഖ്യ പറഞ്ഞാൽ എന്ത് ചെയ്യണം? LCM കണ്ടിട്ട് ശിഷ്ടം അതിനോട് കൂട്ടണം. അപ്പൊ LCM കണ്ടു നോക്കാം. 6ന്റെയും 10ന്റെയും 12ന്റെയും LCM കാണുക. നമുക്കറിയാം 6നും 10നും 12നും പൊതുഘടകം 2 ആണ്. അപ്പൊ 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3, 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5, 12 2 കൊണ്ട് ഹരിച്ചാൽ 6. നമുക്ക് നോക്കിയേ 3നെയും 6നെയും വീണ്ടും 3 കൊണ്ട് ഹരിക്കാം. 3 ഒരു പൊതുഘടകമാണ് അല്ലേ. 3ന്റെയും 6ന്റെയും പൊതുഘടകമാണ് 3. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 5നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് 5 അങ്ങനെ തന്നെ എഴുതി. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2. ഇനി ഇവിടെ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് പൊതുഘടകം എടുക്കാൻ പറ്റില്ല. കാരണം 2ഉം 5ഉം ഒക്കെ പ്രൈം നമ്പറാണ്. 2ഉം 5ഉം ഒക്കെ പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ ഇനി പൊതുഘടകം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് LCM എങ്ങനെ കാണും? 2 × 3 × 5 × 2 അല്ലേ. ഈ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുക. അപ്പൊ 2 × 3 × 5 × 2 ഈ 3 6, 6 × 5 30, 30 × 2 എത്ര കിട്ടും? 60. എത്ര കിട്ടും? 60. അപ്പൊ നമ്മളോട് ഇവിടെ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാ പറഞ്ഞേ. അപ്പൊ ശിഷ്ടം വരുന്നത് തന്നാല് ശിഷ്ടം LCM-നോട് കൂട്ടണം. അപ്പൊ 60നോട് ശിഷ്ടം 3 കൂട്ടുക. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 63. മനസ്സിലായല്ലോ? എത്രയാ ഉത്തരം? 63. അപ്പൊ ശിഷ്ടം പറഞ്ഞില്ലെങ്കിൽ, അതായത് നിശേഷം ഹരിക്കാവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെറുതെ LCM കണ്ടാൽ മതി. ശിഷ്ടം വരുന്നത് തന്നാൽ ആ ശിഷ്ടം LCM-നോട് കൂട്ടണം. മനസ്സിലായല്ലോ? ഇതേ പാറ്റേണിലുള്ള ചോദ്യം മറ്റൊരു രീതിയിലും ചോദിക്കാറുണ്ട്. അതുകൂടി പഠിക്കുക. ചോദ്യം ഇങ്ങനെയാണ്: 6, 10, 12 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം യഥാക്രമം 4, 8, 10 എന്നിങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓക്കെ ആണല്ലോ? ചോദ്യം ഇങ്ങനെയാണ്: 6, 10, 12 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം യഥാക്രമം 4, 8, 10 എന്നിങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നേരത്തെ ചെയ്ത ചോദ്യത്തിൽ എല്ലാറ്റിനും ശിഷ്ടം 3 ആയിരുന്നു. അവിടെ ഒരേ ഒരു ശിഷ്ടം മാത്രമേ ഉള്ളൂ. എത്രയാ അത്? 3. അതുകൊണ്ട് LCM-നോട് ആ 3 കൂട്ടി. ആ പണി ഇവിടെ നടക്കില്ല. കാര്യം ഇവിടെ ഓരോ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴും വ്യത്യസ്ത ശിഷ്ടങ്ങളാണ്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. 6, 10, 12 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം യഥാക്രമം 4, 8, 10 ഇങ്ങനെയാ വന്നേ അല്ലേ. ശിഷ്ടം യഥാക്രമം 4, 8, 10 ഇങ്ങനെയാ വന്നേ. നേരത്തെ ഒരേ ഒരു ശിഷ്ടേ ഉണ്ടായിരുന്നുള്ളൂ. 6 കൊണ്ട് ഹരിച്ചാലും 10 കൊണ്ട് ഹരിച്ചാലും 12 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 3. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വ്യത്യസ്ത ശിഷ്ടങ്ങളാണ്. 6 കൊണ്ട് ഹരിക്കുമ്പോൾ 4, 10 കൊണ്ട് ഹരിക്കുമ്പോൾ 8, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 10. ഈ ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4. 6ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. ഇവിടെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 8. 10ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസവും 2 ആണ്. 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 10. 12ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അതങ്ങനെയേ വരുള്ളൂ. പറഞ്ഞേട്ടോ, ആ ചോദ്യത്തിൽ ഈ ഒരു വ്യത്യാസം തുല്യമായിട്ടേ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ആ വ്യത്യാസം എത്രയാണെന്ന് ആദ്യം നോക്കുക. മനസ്സിലായല്ലോ? വ്യത്യാസം എത്രയാണ്? 2. അത് നോക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 6ന്റെയും 10ന്റെയും 12ന്റെയും LCM കാണുക. 6ന്റെയും 10ന്റെയും 12ന്റെയും എന്ത് കണ്ടുപിടിക്കുക?
LCM. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണല്ലോ. 6ന്റെയും 10ന്റെയും 12ന്റെയും LCM എത്രയാണ്? 60 അല്ലേ? 60 ആണ് നമുക്ക് നേരത്തെ LCM കിട്ടിയത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വ്യത്യസ്ത ശിഷ്ടങ്ങളാണ് തരുന്നതെങ്കിൽ ഈ 60ൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ വ്യത്യാസം കിട്ടിയത് 2 ആണ്. ആ വ്യത്യാസം നിങ്ങൾ കുറക്കുക. 60ൽ നിന്ന് എന്ത് ചെയ്യുക? ആ കിട്ടിയ വ്യത്യാസം കുറക്കുക. 2 ആണ് ഇവിടെ വ്യത്യാസം. അപ്പോൾ LCMൽ നിന്ന് 2 കുറക്കുക. അപ്പോൾ നിങ്ങളുടെ ഉത്തരം എത്ര വരും? 58. ഉത്തരം എത്രയാ വരിക? 58. ഇവിടെ വ്യത്യാസം 3 ആയിരുന്നെങ്കിൽ 60ൽ നിന്ന് 3 കുറക്കണം. എത്രയാണോ വ്യത്യാസം ആ വ്യത്യാസം എന്ത് ചെയ്യുക? LCMൽ നിന്ന് കുറക്കുക. അപ്പോൾ ഉത്തരം എത്ര വരും? 58. ഒരു ഗ്രൂപ്പിലുള്ള 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങൾ എത്ര? അപ്പോൾ ഹസ്തദാനം കൊടുക്കുന്നതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ പരസ്പരം ഹസ്തദാനം കൊടുക്കുകയാണെങ്കിൽ ആകെ ഹസ്തദാനങ്ങൾ n×n-1/2. ഇക്വേഷൻ പഠിക്കുക. എന്താ ഇക്വേഷൻ? n×n-1/2. എപ്പോഴാണ് ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ പരസ്പരം കൈ കൊടുക്കുകയാണെങ്കിൽ, ഒരു ഗ്രൂപ്പിലുള്ളവർ വേറെ ഗ്രൂപ്പിൽ കൊടുക്കുകയല്ല, ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങൾ n×n-1/2. ഇവിടെ 10 പേരാണുള്ളത്. അപ്പൊ 10 × 10 - 1 എന്ന് പറഞ്ഞാൽ 9 /2. അപ്പൊ 10 × 10 - 1 എന്ന് പറഞ്ഞാൽ 9/2. അപ്പൊ നോക്കിയേ, 10/2 5. 10/2 5. 5 × 9 45. അപ്പൊ ആകെ ഹസ്തദാനങ്ങൾ എത്ര? 45. ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ്തദാനങ്ങൾ n×n-1/2. ഇനിയിപ്പോ ഒരു വോളിബോൾ ടീമിലെ 6 പേര് എതിർ ടീമിലെ 6 പേർക്ക് ഹസ്തദാനം കൊടുത്താൽ ആകെ ഹസ്തദാനങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ ചോദ്യം മനസ്സിലായല്ലോ. ഇവിടെ ഒരു ഗ്രൂപ്പിലുള്ളവർ പരസ്പരം കൊടുക്കുക ചെയ്തേ. ഇനി ഒരു വോളിബോൾ ടീമിലെ 6 പേര് എതിർ ടീമിലെ 6 പേർക്ക് ഹസ്തദാനം കൊടുത്താൽ ആകെ ഹസ്തദാനങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ കാണേണ്ട ഇക്വേഷൻ n² ആണ്. എന്താ ഇക്വേഷൻ? n². ഒരു വോളിബോൾ ടീമിലെ 6 പേര് എതിർ ടീമിലെ 6 പേർക്ക് ഹസ്തദാനം കൊടുത്താൽ ആകെ ഹസ്തദാനം എത്രയായിരിക്കും? അപ്പോ n 6 ആണ്. അപ്പൊ 6ന്റെ സ്ക്വയർ 36 ഹസ്തദാനങ്ങൾ അവിടെ ഉണ്ടാവും. ഒരു ടീമിലുള്ളവര് വേറെ ടീമിലുള്ളവർക്കാണ് കൊടുക്കുന്നെങ്കിൽ n². അപ്പൊ 6 പേര് 6² 36 ഹസ്തദാനങ്ങൾ. അപ്പൊ 2 ഇക്വേഷനും പഠിച്ചു വെക്കുക. എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത്? എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത്? അപ്പോൾ ഈ ചോദ്യം വേറൊരു രീതിയിലും ചോദിക്കാറുണ്ട്. 1/2ൽ എത്ര 1/8കൾ ഉണ്ട്? അങ്ങനെയും ചോദിക്കാം. 1/2ൽ എത്ര 1/8കൾ ഉണ്ട്? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത്? നിങ്ങളോട് ചോദിക്കുവാണ്, എത്ര 5 ചേർന്നാലാണ് 20 ആകുന്നത്? എത്ര 5 ചേർന്നാലാണ് 20 ആകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? 4 5 ചേർന്നാലാണ് 20 ആകുക അല്ലേ? അതെങ്ങനെയാ കിട്ടുന്നേ? 20 × 5. എത്ര 5 ചേർന്നാലാണ് 20 ആകുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? 20/5. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 4. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത്? അല്ലെങ്കിൽ 1/2ൽ എത്ര 1/8 ഉണ്ട് എന്നും ചോദിക്കാം. മനസ്സിലായല്ലോ? 1/2ൽ എത്ര 1/8 ഉണ്ട് എന്ന് ചോദിക്കാം. എങ്ങനെയാ ചെയ്യുന്നേ? 1/2 /1/8. 1/2നെ 1/8 കൊണ്ട് ഹരിക്കണം. അപ്പൊ എന്ത് കിട്ടും? നമുക്കറിയാം, ഭിന്നസംഖ്യകളെ ഹരിക്കാൻ എന്താ ചെയ്യണ്ടേ? താഴെയുള്ളതിന്റെ വിൽക്രമം എടുത്ത് റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കണം. അപ്പൊ 1/2 × 1/8ന്റെ റെസിപ്രോക്കല് 8/1. അപ്പൊ 1/8ന്റെ വിൽക്രമം എടുത്ത് ഗുണിക്കുക. അപ്പൊ നോക്കിയേ, മുകളിൽ 1 × 8 എന്ന് പറഞ്ഞാൽ 8, താഴെ 2 × 1 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 8/2 എത്ര ഉത്തരം കിട്ടും? 4. അപ്പൊ എന്താ ഇവിടെ നമ്മൾ ചെയ്യുന്നേ? എത്ര 1/8കൾ ചേർന്നാലാണ് 1/2 ആകുക എന്ന് ചോദിച്ചാൽ 1/2നെ 1/8 കൊണ്ട് ഹരിക്കുക. മനസ്സിലായല്ലോ? 13/125നെ ദശാംശ രൂപത്തിലാക്കുക. 13/125നെ ദശാംശ രൂപത്തിലാക്കുക.
ഈ താഴെ 125 വരുന്ന ഭിന്നസംഖ്യ PSC എപ്പോഴും ചോദിക്കുന്നതാണ്, പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് താഴെ 125 വരുന്ന ഭിന്നസംഖ്യയെ എങ്ങനെയാണ് എളുപ്പം ദശാംശ സംഖ്യയിലേക്ക് മാറ്റുന്നതെന്ന് പഠിക്കുക. സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 13നെയും 8 കൊണ്ട് ഗുണിക്കുക, 125നെയും 8 കൊണ്ട് ഗുണിക്കുക. എന്താ ചെയ്യേണ്ടത്? 13നെ മുകളിലുള്ളതിനെയും 8 കൊണ്ട് ഗുണിക്കുക, താഴെയുള്ളതിനെയും 8 കൊണ്ട് ഗുണിക്കുക. മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൻ്റെ വിലയിൽ മാറ്റമൊന്നും വരുന്നില്ല. മനസ്സിലായല്ലോ? താഴെ 125 ഭിന്നസംഖ്യ തരുമ്പോൾ അതിനെ ദശാംശത്തിലേക്ക് മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക. താഴെയും മുകളിലും 8 കൊണ്ട് ഗുണിക്കുക. എന്തിനാണ് 8 കൊണ്ട് ഗുണിക്കുന്നതെന്ന് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 13നെ 8 കൊണ്ട് ഗുണിക്കുക. 13 × 8, 3 8 24, 4 ബാക്കി 2, 1 8 8 2 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 104. 13നെ 8 കൊണ്ട് ഗുണിച്ചാൽ 104 ഡിവൈഡഡ് ബൈ 125നെ 8 കൊണ്ട് ഗുണിച്ചാൽ 1000. 125നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 1000. അപ്പൊ താഴെ 1000 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 8 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പൊ മുകളിലും താഴെ 8 കൊണ്ട് ഗുണിച്ചുകൊണ്ട് വിലയിൽ മാറ്റമില്ല. അപ്പൊ താഴെ നമുക്ക് 1000 കിട്ടി. ഇനി ഇതിനെ എളുപ്പം നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റാം. എളുപ്പത്തിൽ ദശാംശ രൂപത്തിലേക്ക് മാറ്റാം. നോക്കിയേ, 104/1000. 104/10 എന്ന് പറഞ്ഞാൽ 10.4. 104/100 എന്ന് പറഞ്ഞാൽ 1.04. 104/1000 എന്ന് പറഞ്ഞാൽ താഴെ 3 പൂജ്യം അല്ലേ? താഴെ എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യമുണ്ട്. താഴെ 3 പൂജ്യം താഴെ ഉണ്ടെങ്കിൽ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ദശാംശം കഴിഞ്ഞ് 3 സംഖ്യ ഉണ്ടാവണം. ദശാംശം കഴിഞ്ഞ് എത്ര സംഖ്യ ഉണ്ടാവണം? 3 സംഖ്യ. മനസ്സിലായോ? 104നെ 1000 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 1000ന് 3 പൂജ്യമുണ്ട്. 1000ന് 3 പൂജ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഉത്തരം എഴുതുമ്പോൾ ദശാംശത്തിന് ശേഷം 3 സംഖ്യ ഉണ്ടാവണം. താഴെ 3 പൂജ്യം. അപ്പൊ ഉത്തരത്തില് ദശാംശത്തിന് ശേഷം 3 സംഖ്യ. അപ്പൊ ഇവിടെ നോക്കിയേ, ദശാംശം കഴിഞ്ഞ് 3 സംഖ്യ ഇല്ലേ? 104. ഈ 3 സംഖ്യയും ദശാംശം കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 0.104. 1.75ന്റെ ഭിന്നസംഖ്യാരൂപം എഴുതുക. 1.75ന്റെ ഭിന്നസംഖ്യാരൂപം എഴുതുക. അപ്പോൾ 1.75നെ ഭിന്നസംഖ്യാരൂപത്തിലേക്ക് മാറ്റണം. എങ്ങനെയാ മാറ്റുക? നോക്കിയേ, ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 സംഖ്യയുണ്ട്. ദശാംശം കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ട്? 2 സംഖ്യയുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ ദശാംശം കളഞ്ഞിട്ടുള്ള സംഖ്യ എഴുതുക. 175. എന്താ ചെയ്യണ്ടേ? ദശാംശം കളഞ്ഞിട്ട് ബാക്കിയുള്ള സംഖ്യ എഴുതുക. 175. ഇനി ചെയ്യേണ്ടത്, ഇവിടെ ദശാംശം കഴിഞ്ഞ് 2 സംഖ്യയാണെങ്കിൽ താഴെ 100 കൊടുക്കുക. 100 കൊണ്ട് ഹരിക്കുക. ഇവിടെ ദശാംശം കഴിഞ്ഞ് 2 സംഖ്യ ആയതുകൊണ്ട് താഴെ 2 പൂജ്യമുള്ള 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ എങ്ങനെ എഴുതിയേ? 175/100. അപ്പോൾ 175/100നെ നമുക്ക് പരമാവധി ചെറുതാക്കാം. 175നും 100നും പൊതുവായ ഒരു ഘടകമുണ്ട് 25. അതുകൊണ്ട് നമുക്ക് 25 കൊണ്ട് ഹരിക്കാം. 175നെ 25 കൊണ്ട് ഹരിച്ചാൽ 7/100നെ 25 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ ഉത്തരം എന്ത് വരും? 7/4. ഓക്കെ ആണല്ലോ? 175നെ 25 കൊണ്ട് ഹരിച്ചാൽ 7. 100നെയും 25 കൊണ്ട് തന്നെ ഹരിക്കുക. 100നെ 25 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ ഉത്തരം എന്ത് വരും? 7/4. ഓക്കെ. അപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. 3.25നെ ഭിന്നസംഖ്യാരൂപത്തിലാക്കുക. 3.25നെ ഭിന്നസംഖ്യാരൂപത്തിലാക്കുക. എന്താ ചെയ്യണ്ടേ? ദശാംശത്തിന് ശേഷം 2 സംഖ്യയുണ്ട്. ദശാംശത്തിന് ശേഷം 2 സംഖ്യയുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? 3.25ന്റെ ദശാംശം മാറ്റിയിട്ട് 325 എന്ന് എഴുതുക. ഡിവൈഡഡ് ബൈ, ഇവിടെ ദശാംശത്തിന് ശേഷം 2 സംഖ്യ ഉള്ളത് കൊണ്ട് താഴെ 2 പൂജ്യമുള്ള 100 കൊണ്ട് ഹരിക്കുക. 2 പൂജ്യമുള്ള 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ 325/100. 2നെയും നമുക്ക് 25 കൊണ്ട് ഹരിച്ച് പരമാവധി ചെറുതാക്കാം. അപ്പൊ എങ്ങനെ വരും നോക്കിയേ? 325നെ 25 കൊണ്ട് ഹരിച്ചാൽ 100ൽ 25 4, 200ൽ 25 8, 300ൽ 25 12. അപ്പൊ 325ൽ 25 13 എണ്ണം ഉണ്ട്. 13 പ്രാവശ്യം പോകും അല്ലെ? അപ്പൊ 13/100ൽ 25 4 പ്രാവശ്യം. അപ്പൊ ഉത്തരം എന്ത് വരും? 13/4. ഉത്തരം എന്ത് വരും? 13/4. ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം.
ആക്കാം? 1.125നെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റുക. 1.125 എന്താ ചെയ്യേണ്ടത് നോക്കിയേ. ദശാംശത്തിന് ശേഷം 3 സംഖ്യയുണ്ട്. ദശാംശത്തിന് ശേഷം 3 സംഖ്യയുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? നമ്മൾ ദശാംശം കളഞ്ഞ് ബാക്കിയുള്ള സംഖ്യകളെയൊക്കെ അങ്ങ് എടുത്തെഴുതുക. എത്രയാ? 1125. ഈ ദശാംശം കളഞ്ഞാൽ ഉള്ള സംഖ്യ ഏതാ? 1125. ആ സംഖ്യ എഴുതി. ഇവിടെ 3 സംഖ്യ ദശാംശത്തിന് ശേഷമുള്ളത് കൊണ്ട് 3 പൂജ്യമുള്ള 1000 കൊണ്ട് വേണം ഹരിക്കാൻ. ദശാംശത്തിന് ശേഷം 3 സംഖ്യ ഉള്ളത് കൊണ്ട് 3 പൂജ്യമുള്ള 1000 കൊണ്ട് ഹരിക്കുക. ഇനി നമുക്ക് ഇതിനെ പരമാവധി ചെറുതാക്കാം. എങ്ങനെയാ ചെറുതാക്കുക? 1125നെയും 1000നെയും നമുക്ക് 125 കൊണ്ട് ഹരിച്ച് ചെറുതാക്കാം. എത്ര കൊണ്ടാ? 125 കൊണ്ട്. 1000-ൽ 125 8 പ്രാവശ്യം പോകുന്ന എന്തായാലും പഠിച്ചു വെക്കണം. കാരണം ഈ 125ന്റെ 8 മടങ്ങാണ് 1000 എന്ന് വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ 1000-ൽ 125 8 പ്രാവശ്യമാണെന്ന് പഠിച്ചു വെക്കുക. 1125-ലോ 1000-ൽ 125 8 ഉണ്ടെങ്കിൽ 1000-ൽ ഒരു 125 കൂടെ ചേർന്നതല്ലേ 1125. അപ്പൊ 1000-ൽ 125 8 ആണ്. 1125-ൽ 125 9 എണ്ണാണ്. അപ്പൊ ഉത്തരം എന്ത് വരും? 9/8. 1000-ൽ 125 8 എണ്ണം, 1125-ൽ 125 9 എണ്ണം. അപ്പൊ എത്ര ഉത്തരം വരിക? 9/8. ഒരു ടാങ്കിൽ 4/7 ഭാഗം വെള്ളം നിറച്ചപ്പോൾ 160 ലിറ്റർ ആയി എങ്കിൽ ആ ടാങ്കിൽ ആകെ എത്ര വെള്ളം കൊള്ളും? ഓക്കെ ആണല്ലോ. എന്താ ചോദ്യം? ഒരു ടാങ്കിൽ 4/7 ഭാഗം വെള്ളം നിറച്ചപ്പോൾ 160 ലിറ്റർ ആണ് ഉണ്ടായിരുന്നേ. ഒരു ടാങ്കിൽ 4/7 ഭാഗം വെള്ളം നിറച്ചപ്പോൾ 160 ലിറ്റർ ആണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്താ ചോദിക്കുന്നേ? ആ ടാങ്കിൽ ആകെ എത്ര വെള്ളം കൊള്ളും? ഈ ചോദ്യം ചെയ്യാനുള്ള എളുപ്പ വഴി നോക്കിയേ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാങ്കിൽ ഇത്ര ഭാഗം വെള്ളം എന്ന് തന്നിട്ട് അതിലെ മുഴുവനും വെള്ളം എത്രയാണ് എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് അതിലിപ്പോൾ ഉള്ള വെള്ളം എടുക്കുക 160. അതിലിപ്പോൾ ഉള്ള വെള്ളം എടുക്കുക. എത്ര? 160. എന്നിട്ട് നേരത്തെ 4/7 ഭാഗം എന്നല്ലേ പറഞ്ഞേ? ആ ഭാഗത്തിന്റെ വിൽക്രമം എടുക്കുക. ആ ഭാഗത്തിന്റെ വിൽക്രമം റെസിപ്രോക്കൽ എടുക്കുക. 4/7ന്റെ റെസിപ്രോക്കൽ 7/4. 4/7ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 7/4. അപ്പോൾ ഇത് എന്ത് കാണാനാണ്? ആ പാത്രത്തിലെ ആകെ വെള്ളം കിട്ടാൻ. ആ പാത്രത്തിലെ ആകെ വെള്ളം കിട്ടാൻ എന്താ ചെയ്യണ്ടേ? അതിലിപ്പോൾ ഉള്ള വെള്ളം എടുക്കുക 160. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ഗുണിക്കുക. ഏതുകൊണ്ട്? ഇപ്പോൾ ഉള്ള ഭാഗത്തിന്റെ റെസിപ്രോക്കൽ കൊണ്ട്, വിൽക്രമം കൊണ്ട്. മനസ്സിലായോ? അപ്പൊ 160 × 7/4. നോക്കിയേ. 4 16-ൽ 4 പ്രാവശ്യം പോവും. 4 16-ൽ 4 പ്രാവശ്യം. അപ്പൊ 4ഉം 0ഉം ചേർന്നാൽ 40 ആയി അല്ലേ? 40 × 7. 40 × 7 നമുക്കറിയാം 4 7 28 ആണ്. 28-ന് ഒരു 0 കൂടി ഇടുക. അപ്പൊ ആ പാത്രത്തിൽ ആകെ എത്ര വെള്ളം കൊള്ളും? 280 ലിറ്റർ. ആ പാത്രത്തിൽ ആകെ എത്ര വെള്ളം കൊള്ളും? 280 ലിറ്റർ. ഇനി ഇത് തന്നെ വേറെ രീതിയിലും ചോദിക്കാറുണ്ട്. ഇനി എത്ര ലിറ്റർ കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും? മനസ്സിലായല്ലോ? ഇനി എത്ര ലിറ്റർ കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടാങ്കിൽ ആകെ എത്ര വെള്ളം കൊള്ളുന്നതാണ്. അത് 280 ലിറ്റർ. ഇനി ഇതേ ചോദ്യം വേറെ രീതിയിൽ ചോദിക്കാം. നേരത്തെ 160 ലിറ്റർ ഉണ്ട്. ഇനി എത്ര കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും? അപ്പൊ എങ്ങനെയാ ഉത്തരം കണ്ടുപിടിക്കുക? നേരത്തെ 160 ഉണ്ട്. ആകെ നിറയാണെങ്കിൽ 280 ലിറ്റർ വേണം. അങ്ങനെയെങ്കിൽ എത്ര വെള്ളം കൂടി ഒഴിക്കണം എന്ന് ചോദിച്ചാൽ, എത്ര വെള്ളം കൂടി ഒഴിക്കണം എന്ന് ചോദിച്ചാൽ 280-ൽ നിന്ന് 160 കുറച്ചാൽ മതി. നേരത്തെ 160 ഉണ്ട്. അതിൽ മൊത്തം എത്രയേ വെള്ളം കൊള്ളുള്ളൂ? 280. അപ്പോൾ ഇനി അതിലേക്ക് എത്ര വെള്ളം ഒഴിക്കണം? നമ്മൾ സിമ്പിളായിട്ട് 280-ൽ നിന്ന് 160 കുറക്കുക. നമുക്ക് എന്ത് കിട്ടും? 120 ലിറ്റർ കിട്ടും അല്ലേ? 120 ലിറ്റർ. അപ്പോൾ ഇനി നിറയാൻ എത്ര വെള്ളം ഒഴിക്കണം എന്ന് ചോദിച്ചാൽ 120 ലിറ്റർ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആകെ എത്ര വെള്ളം കൊള്ളുമെന്നാണ്. അപ്പോൾ ഉത്തരം എത്ര? 280 ലിറ്റർ. 527.864 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 1/100 ഉണ്ട്?
527.864 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 1/100 ഉണ്ട്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യകളുടെയൊക്കെ സ്ഥാനം പഠിച്ചു വെക്കുക. നമുക്ക് 527ന്റെ സ്ഥാനങ്ങളെല്ലാം അറിയാം. 527ന്റെ സ്ഥാനങ്ങളെല്ലാം നമുക്കറിയാം. ഒറ്റ, 10, 100 അല്ലേ? ഒറ്റ, 10, 100, 1000 ഇങ്ങനെയാണ് ഈ ഒരു പൂർണ്ണസംഖ്യയുടെ സ്ഥാനം അല്ലേ? ഇനി ദശാംശത്തിന് ശേഷമുള്ള സംഖ്യകളുടെ സ്ഥാനം കൂടി പഠിച്ചു വെക്കുക. ദശാംശത്തിന് ശേഷം വരുന്ന സംഖ്യകളുടെ സ്ഥാനം കൂടി പഠിച്ചു വെക്കുക. ദശാംശം കഴിഞ്ഞാലുള്ള ആദ്യത്തെ സ്ഥാനം, അതായത് ഈ 8ന്റെ സ്ഥാനം 1/10. ഈ 8ന്റെ സ്ഥാനം എന്താണ്? 1/10. അല്ലെങ്കിൽ എന്ത് പറയാം? 10-1. എന്ത് പറയാം? 10-1. ഇനി ഈ 6ന്റെ സ്ഥാനം 1/100. 6ന്റെ സ്ഥാനം എന്താണ്? 1/100. അഥവാ എങ്ങനെ പറയാം? 100-1. 100-1. ഇനി ഈ 4ന്റെ സ്ഥാനോ? 4ന്റെ സ്ഥാനം എന്ത് പറയാം? 1/1000. 1/1000. അല്ലെങ്കിൽ 1000-1. 1000-1. മനസ്സിലായല്ലോ? അപ്പൊ ഈ സ്ഥാനങ്ങൾ നന്നായി പഠിക്കുക. ദശാംശത്തിന് മുന്നേയുള്ള സ്ഥാനം നമുക്കറിയാം. ഒറ്റ, 10, 100, 1000 ഇങ്ങനെ പോവും. ദശാംശത്തിന് ശേഷമുള്ള സ്ഥാനങ്ങളോ 10-1, 100-1, 1000-1, 10,000-1 ഇങ്ങനെ പോവും. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര 100-1 ഉണ്ട് എന്നാണ്. എത്ര 100-1 ഉണ്ട്? അപ്പൊ ഇതിലേതാ 100-1ന്റെ സ്ഥാനം? 100-1 അല്ലെങ്കിൽ 1/100ന്റെ സ്ഥാനത്തുള്ളത് 6 ആണ്. ഏതാണ്? 6 ആണ്. അതുകൊണ്ട് എത്ര 100-1 ഉണ്ട് എന്ന് ചോദിച്ചാൽ 6 100-1. അപ്പൊ ഉത്തരം എന്താണ്? 6 എണ്ണം. മനസ്സിലായല്ലോ? ഇവിടെ 10-1 ചോദിച്ചിരുന്നെങ്കിൽ 8 എണ്ണം, 100-1 ചോദിച്ചുകൊണ്ട് 6 എണ്ണം, 1000-1 ചോദിച്ചിരുന്നെങ്കിൽ എത്ര പറയണമായിരുന്നു? 4 എണ്ണം പറയണമായിരുന്നു. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? 6 എണ്ണം. ഈ ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ വരാനിരിക്കുന്ന LGS 10th പ്രിലിംസ് പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.